നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കീഴാർനെല്ലിയെയാണ്. മഞ്ഞപ്പിത്തത്തിനെതിരെയും കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുവാനും വളരെ പ്രസിദ്ധമായ ഔഷധമാണ് കീഴാർനെല്ലി. യൂഫോർബിയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫിലാന്തസ് നിരൂരി എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ താമലകി എന്നും ഭൂമി ആമലകി എന്നും ഷഡ്വീര്യ എന്നുമൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. കേരളത്തിലുടനീളം കണ്ടുവരുന്ന ഒരു 15 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഒരു സസ്യമാണ് കീഴാർനെല്ലി. ഇതിൻ്റെ തണ്ട് പച്ച നിറത്തിലും ഇതിൻ്റെ അഗ്രത്തിലെത്തുമ്പോൾ ഇളം ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ്. ഇലയുടെ കീഴ്ഭാഗത്ത് വരി വരിയായിട്ടാണ് ഇതിൻ്റെ ഫലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആയുർവേദത്തിൽ ഇതിൻ്റെ സമൂലമാണ് ഔഷധമായി എടുക്കാറുള്ളത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. കീഴാർനെല്ലി എന്ന് പറഞ്ഞൊരു ചെടി, അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം നെല്ലി എല്ലാവർക്കും അറിയാം, നെല്ലിക്ക എല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഈ കീഴാർനെല്ലി എന്ന് കീഴേ ഭാഗത്ത് പരക്കുന്ന അല്ലെങ്കിൽ താഴെ തട്ടിൽ പരക്കുന്ന നെല്ലി എന്ന അർത്ഥമാണ്. ഏകദേശം ഈ കീഴാർനെല്ലിയും മറ്റേ നെല്ലി ഒരേ കുടുംബത്തിൽപ്പെട്ട ചെടിയാണ്. ഏകദേശം സമാനമായ ഗുണമുണ്ട്. പക്ഷേ കീഴാർനെല്ലിക്ക് കുറച്ചും കൂടി പ്രത്യേക ഒരു ഗുണമുള്ളത്, ഇത് ലിവറിന് വളരെ നല്ലതാണ്. അതായത് എകിർ സംരക്ഷണം എന്ന് പറയും. ലിവറിനും സ്പ്ലീഹ അതായത് സ്പ്ലീനും ഈ രണ്ട് അവയവത്തിനെ അതിൻ്റെ യഥാർത്ഥ ആ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ അത്ഭുത ബലസിദ്ധിയുള്ള ഒരു ചെടിയാണ് കീഴാർനെല്ലി. മിക്കവാറും ഈ മഞ്ഞപ്പിത്തത്തിന് ഒരു ഒറ്റമൂലിയായി കൊടുക്കുന്ന ഒരു ചെടിയാണ് ഈ കീഴാർനെല്ലി. മിക്കവാറും ഈ ഒറ്റമൂലി പ്രയോഗക്കാരൊക്കെ പ്രയോഗിക്കുന്നത് ഈ കീഴാർനെല്ലിയാണ്. അത് ദിവസേന അരച്ച് പാലിൽ കഴിച്ചാൽ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അത് കുറയും. അതിനിപ്പോൾ നമ്മൾ ഈ വൈറൽ ഫീവർ വന്നിട്ട് ജോണ്ടിസ് പിടിക്കുകയെന്ന് പറയുന്നത്, അതായത് ഡെങ്കിപ്പനി മുതലായ അല്ലെങ്കിൽ വൈറൽ ഫീവർ കൊണ്ട് കണ്ട് STPT ഉയർന്നിരിക്കുക, ബിലിറൂബിനൊക്കെ കൂടിയിരിക്കുന്ന രോഗികൾക്ക് ദിവസേന ഒരു 10 ഗ്രാം കീഴാർനെല്ലി അരച്ച് പാലിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ ആ ലിവറിൻ്റെ ഫങ്ഷൻ ശരിക്കും കുറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രയോഗമുള്ളത്, ഈ രക്തം ശരീരത്തിന് സ്രവിക്കുമ്പോൾ ഇത് ഈ ചൂടുവെള്ളത്തിൽ അരച്ച് കലക്കമാക്കാം, വെള്ളത്തിൽ അരച്ച് കലക്കമാക്കി അതിൽ കുറച്ച് ഈ അരിക്കാടി കലക്കാം. അരി കഴുകിയ വെള്ളം, ഈ അരി കഴുകിയ വെള്ളത്തിൽ തന്നെ ഈ കീഴാർനെല്ലി അരച്ച് കലക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രത്തിൽ കൂടിയും മലത്തിൽ കൂടിയും ഈ വായയിൽ കൂടിയൊക്കെ രക്തം പോകുന്നത് അപ്പം നിൽക്കും. പിന്നെ ഈ ഗ്രഹണിയിലാണ് ഇതിൻ്റെ ഒരു അത്ഭുതം ആയിട്ട് ഒരു പ്രയോഗമുള്ളത്. അതായത് ഈ കുട്ടികൾക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് മലം പോവുക, അല്ലെങ്കിൽ ദഹിക്കാണ്ട് പോവുക, ഇളകി പോവുക, അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ കീഴാർനെല്ലി അരച്ചിട്ട് മോരിൽ കലക്കിയിട്ട് കഴിക്കണം. അത് അപ്പോൾ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് യഥാവണ്ണം മാറി ആ ഗ്രഹണി ദീപനം എന്നാ പറയുക, ആ ദഹനശക്തി യഥാവസ്ഥയാകും. ഇങ്ങനെയാണ് ഈ കീഴാർനെല്ലിയുടെ അത്ഭുതമായ ബലസിദ്ധിയുള്ളത്.